നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. അമേരിക്കയ്ക്ക് പുതിയ മുന്നറിയിപ്പുമായി ഇറാൻ. കരസേനയെ വിന്യസിക്കാനുള്ള ഏതൊരു ശ്രമവും ആത്മഹത്യാപരമാകും. US സൈനികർ ഇറാനിൽ കാലുകുത്തിയാൽ ഞങ്ങൾ അവരെ വെട്ടിക്കളയുമെന്ന് കരസേനയുടെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ. നിലവിൽ അമേരിക്കയുമായി ചർച്ച നടത്തുന്നില്ലെന്നും വിശദീകരണം. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ തൽക്കാലം നിർത്തിവെച്ച് രാജ്യത്തിനുമേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ കടുപ്പിക്കാൻ ട്രംപ്. ഉപരോധങ്ങൾ മൂലം തകർന്നടിയുന്ന ഇറാന്റെ സാമ്പത്തിക മേഖലയും കടുത്ത പണപ്പെരുപ്പവും ലക്ഷ്യം. ഹോർമുസ് തുറന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ നീക്കം. റഷ്യൻ എണ്ണയിൽ ട്രംപിനെ തള്ളാൻ ഇന്ത്യ. തീരുവ ചുമത്താനുള്ള US നീക്കത്തിനിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ കുറച്ചേക്കില്ലെന്ന് വിവരം. ഇന്ത്യ എവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണമെന്ന കാര്യം മറ്റൊരു രാജ്യവും തീരുമാനിക്കേണ്ട എന്ന നിലപാടിൽ കേന്ദ്രം. ജൂലൈയിൽ പ്രതിദിനം 49.6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി. ചൈനയിൽ ഡോൾഫിൻ ചുഴലിക്കാറ്റ് കരതൊട്ടു. ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള കിഴക്കൻ ചൈനയിലെ പ്രദേശങ്ങളിൽ നിന്ന് 10 ലക്ഷത്തിലധികം ആളുകളെ ഏകദേശം 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. പുറത്തിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ ജനങ്ങളോട് നിർദ്ദേശിച്ചു. അധിക്ഷേപ കേസിൽ TG മോഹൻദാസിന് ജാമ്യം. തിരുവനന്തപുരം CJM കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. അറസ്റ്റ് ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്ത് എത്തിച്ചത് പുലർച്ചെ. വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. കണ്ണൂരിൽ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. കപ്പക്കടവിലെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആയങ്കിയുടെ ക്രിമിനൽ ബന്ധവും സാമ്പത്തിക സ്രോതസ്സും കണ്ടെത്താൻ നടപടികൾ തുടങ്ങി. കാപ്പ ചുമത്താനുള്ള നടപടികളും ആരംഭിച്ചു. അഭിമന്യു കേസിൽ പ്രതികൾ ഹാജരാകാത്തതിൽ വിമർശനം ഉന്നയിച്ച് കോടതി. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമുള്ളവർക്ക് ഹാജരാകാൻ എന്താണ് തടസ്സമെന്ന് കോടതി. മാധ്യമങ്ങൾ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. കോടതി വളപ്പിൽ SFI പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നുണ്ടെന്നും സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം. 13-ന് എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതിയുടെ കർശന നിർദ്ദേശം. CJP പ്രക്ഷോഭത്തിൽ ഒടുവിൽ പാർലമെന്റ് ചർച്ചയ്ക്ക് സംബന്ധിച്ച് സർക്കാർ. അമിത്ഷാ സഭയിലെത്തുമെന്നും മറുപടി പറയുമെന്നും കിരൺ റിജിജു. സർക്കാർ വഴങ്ങിയത് തുടർച്ചയായ സഭാസ്തംഭനത്തിനു ശേഷം 16-ാം ദിവസവും ബഹളത്തിൽ മുങ്ങി ഇരുസഭകളും. പ്രതിഷേധത്തിര ഉയർത്തുന്ന തീരവാസികളെ കണ്ടു മന്ത്രിമാർ. നീണ്ടകരയിലെ ഗൗതത്തിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി. തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി ഫിഷറീസ് മന്ത്രിയും. മുഖ്യമന്ത്രിക്കും K മുരളീധരനുമെതിരെ പരാതി പറഞ്ഞ് പുല്ലുവിളയിലെ ജോണിന്റെ കുടുംബം. ഗൗതമിനും ജോണിനും ഷിജിനുമായുള്ള തെരച്ചിൽ തുടരുന്നു. രാഷ്ട്രീയ പോരിലായി വന്ദേമാതരം ഉത്തരവ്. കടുപ്പിച്ചു പ്രതിപക്ഷം. ഉത്തരവിനെ ന്യായീകരിച്ചും സമ്പൂർണ്ണ ആലാപനം ഇല്ലെന്നു പറഞ്ഞും സർക്കാർ. യഥാർത്ഥ മതവിശ്വാസികൾ അംഗീകരിക്കില്ലെന്ന് മുഹമ്മദ് റിയാസ്. ആദ്യ ഭാഗമേ പാടുവെന്ന് T സിദ്ദിഖ്. തമിഴ് തായ് വാഴ്ത്തിക്കഴിഞ്ഞു മതി വന്ദേ ഭാരതമെന്ന് തമിഴ്നാട്. നിയമസഭ പ്രമേയം പാസാക്കി. പ്രമേയം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. തമിഴ് അമ്മയെപ്പോലെ തമിഴരുടെ ജീവനും വികാരവും. പ്രമേയത്തെ അനുകൂലിച്ച് എല്ലാ പാർട്ടികളും. മുല്ലപ്പെരിയാറിന് മുകളിൽ കേരളത്തിന്റെ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി തമിഴ്നാട്. ഡ്രോൺ ക്യാമറയിൽ പകർത്തിയത് ഡാമും കനാലും. പെരിയാർ കടുവാ സങ്കേതത്തിന് മുകളിലെ ഡ്രോൺ പറത്തൽ മുല്ലപ്പെരിയാർ തുറന്ന ദിവസം. ദൃശ്യങ്ങൾ പെരിയകുളം MLA-യുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ. പിറവം പിറമാടം പള്ളിയിലെ തമ്മിൽ തല്ലിൽ കേസെടുത്ത് പോലീസ്. വൈദികരും വിശ്വാസികളും അടക്കം 22 പേർ പ്രതികൾ. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റി ഹൈക്കോടതി. പിണറായി വിജയന്റെ വീടിന്റെ മുന്നിൽ ED-യെ തടഞ്ഞ സംഘത്തിലെ SFI നേതാവിനെ ചെന്നൈ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചാല ഏരിയ കമ്മിറ്റി അംഗം BS ആദർശ്. ഒളിവിൽ കഴിഞ്ഞത് വിദേശത്ത്. വിമാനമിറങ്ങിയ ഉടൻ അറസ്റ്റ് ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ മേജർ രവി. NSSന് ബദൽ വേണം.
സമുദായത്തിനു വേണ്ടി നേതൃത്വം ഒന്നും ചെയ്യുന്നില്ല. ഉപരാഷ്ട്രപതിയെയും സുരേഷ് ഗോപിയെയും മുഖ്യമന്ത്രിയെയും അപമാനിച്ചു. ഈ അഹംഭാവം നായർ സമുദായത്തിനു ചേർന്നതല്ല. അധികാരമോഹിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്നും മേജർ രവി. അധിക്ഷേപ പരാമർശത്തിൽ ടി.ജി. മോഹൻദാസിന് ജാമ്യം. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. 3 ദിവസം അന്വേഷണവുമായി സഹകരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം. സമാനമായ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടരുതെന്നും നിർദ്ദേശമുണ്ട്. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പരാമർശങ്ങളാണ് പ്രതി പ്രചരിപ്പിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ഏറ്റവും ഒടുവിൽ ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സംഭവ ബഹുലമായ കുറേ അധികം മണിക്കൂറുകൾക്ക് ശേഷം. വഞ്ചൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് സൈബർ ക്രൈം പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങളടക്കം തള്ളിക്കൊണ്ട് ടി.ജി. മോഹൻദാസിന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ തുടർച്ചയായി ഹാജരാകണം. അതോടൊപ്പം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം. ഏറ്റവും പ്രധാനമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ അടക്കം അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന എല്ലാ ഡിവൈസുകളും ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കൈമാറണം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളുണ്ട്. പ്രായവും അതോടൊപ്പം ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്തുകൊണ്ടാണ് ജാമ്യം അനുവദിക്കുന്നതെന്നും കോടതിയുടെ ഉത്തരവിൽ പരാമർശമുണ്ട് എന്നാണ് വിവരം. അതേസമയം മാധ്യമങ്ങളോട് ഒരു വാക്ക് പോലും പ്രതികരിക്കാതെയാണ് പുറത്തിറങ്ങിയ ടി.ജി. മോഹൻദാസ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ മടങ്ങിയത്. ചോദ്യം ചെയ്യലിന് തുടർച്ചയായി ഹാജരാകേണ്ടതുള്ളതിനാൽ അദ്ദേഹത്തിന്റെ സ്വവസതിയായ മട്ടാഞ്ചേരിയിലേക്ക് പോകുന്നതിന് പകരം തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം തങ്ങുകയാണ് എന്നാണ് വിവരം. നാളെ മുതൽ 3 ദിവസത്തേക്കാകും ടി.ജി. മോഹൻദാസ് തുടർച്ചയായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുക. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ബോധപൂർവമായ അധിക്ഷേപ പരാമർശങ്ങൾ യൂട്യൂബ് ചാനലായ പത്രികയിലൂടെ നടത്തിയെന്നും വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന പരാമർശങ്ങൾ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് എഫ്ഐആറിൽ പരാമർശിച്ചിരുന്നത്. 6 പ്രധാനപ്പെട്ട വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്യലും അടക്കം 6 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചാൽ അത് ഉന്നത സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നതടക്കമുള്ള കർശനമായ അല്ലെങ്കിൽ ഗുരുതരമായ പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിച്ചുവെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് കർശനമായ ഉപാധികളോടെ തിരുവനന്തപുരം ACJM കോടതി ടി.ജെ. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ടി.ജെ. മോഹൻദാസ് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കോടതി നടപടികൾ, നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. പക്ഷേ അത് തള്ളി തിരുവനന്തപുരം CJM കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തയിലേക്ക്. സംഘർഷവും ഹോർമുസ് കടലിടുക്കും സംബന്ധിച്ച് ടെഹ്റാന്റെ പരോക്ഷ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനാൽ രാജ്യത്തിനുള്ളിൽ കരസേനയെ വിന്യസിക്കാനുള്ള ഏതൊരു ശ്രമത്തിനെതിരെയും ഇറാൻ അമേരിക്കയ്ക്ക് പുതിയ മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ സൈന്യം രാജ്യത്തിന്റെ അതിർത്തികളിൽ പൂർണ്ണ പോരാട്ട സജ്ജരാണെന്ന് ഇറാനിയൻ കരസേനയുടെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി പറഞ്ഞു. ഏതെങ്കിലും US സൈനികർ ഇറാനിൽ കാലുകുത്തിയാൽ ഞങ്ങൾ അവരെ വെട്ടിക്കളയുമെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇറാൻ സ്റ്റേറ്റ് മീഡിയ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. ഏതൊരു ശത്രു നടപടിയെയും ഞങ്ങൾ ഉറച്ചതും പ്രതിരോധാത്മകവുമായ പ്രതികരണത്തിലൂടെയും പ്രതികരിക്കും. അതുമാത്രമല്ല, വാഷിംഗ്ടണുമായി ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് ഇറാൻ. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, കരയുദ്ധം അമേരിക്കയുടെ ഒരു പദ്ധതികളിൽ ഒന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ട്രംപ് അതിന് തയ്യാറാകുമോ എന്നതിൽ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും ഇറാൻ അത്തരം ചില നീക്കങ്ങൾ സംശയിക്കുന്നു. അതായിരിക്കണം ഈ പ്രതികരണത്തിന് കാരണമെന്ന് വിശ്വസിക്കാം. രഞ്ജിത്ത്, സ്വാഭാവികമായും ഇറാനും അമേരിക്കയും ഇത്തരത്തിലുള്ള പരസ്പര വെല്ലുവിളികൾ എല്ലാ ഘട്ടത്തിലും നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോൾ ഒരല്പം പുറകോട്ട് നീങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇറാൻ കുറെ കൂടി ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ കോമ്രേഡ് ഇതിൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷി പറയുന്നത് ഇപ്പോൾ നേരിട്ട് അമേരിക്കയുമായി ഒരു ചർച്ചയും നടക്കുന്നില്ല, മധ്യസ്ഥരുമായി ഉള്ള ചർച്ചകൾ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു അമേരിക്കൻ കയ്യേറ്റം അല്ലെങ്കിൽ അധിനിവേശമൊക്കെ ഉണ്ടായാൽ അതിന് ശക്തമായി നേരിടും എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അപ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ചകൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻഷിയുടെ ഒരു സ്റ്റേൺ വാർണിംഗ് എന്ന നിലയിൽ വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കമുണ്ടായാൽ അത് ശക്തമായി അതിനെതിരെയുള്ളൊരു
പ്രതികരണം ഉണ്ടാകുന്നത്. ഇത് ഈ ഇറാൻ്റെ ഈ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻഷിയിൽ നിന്ന് മാത്രമല്ല, മൊഹ്സിൻ റസ എന്ന ഈ ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ സൈനിക ഉപദേഷ്ടാവും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഇറാൻ ശക്തമായി അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും, അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ അതേസമയം ട്രംപ് കുറച്ച് പിന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. നിലവിൽ അവരുമായി ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് ട്രംപ് പിൻവാങ്ങുന്നു. ഇതാണ് ഇറാന് കൂടുതൽ ഒരു ആത്മവിശ്വാസം നൽകുന്നത്. ഏതായാലും പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചിയും അതുപോലെ സ്പീക്കർ മുഹമ്മദ് ബാഗേറുമൊക്കെ ഇസ്ലാമാബാദിലേക്ക് അടുത്ത ദിവസം പോകുന്നുണ്ട്. അവിടെ അവർ ഇസ്ലാമാബാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ മധ്യസ്ഥ ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. സ്വാഭാവികമായി ആ ചർച്ചകളുമായി ഇറാൻ ഒരു വശത്ത് സഹകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു വശത്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇറാൻ്റെ സഹകരണമുണ്ട് എന്നതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ തൽക്കാലം അമേരിക്ക നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തിനു മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ കടുപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. വൻതോതിലുള്ള സൈനിക ആക്രമണങ്ങൾക്ക് പകരമാണ് ഈ ഉപരോധങ്ങൾ കടുപ്പിക്കുക. അതായത് ഇപ്പോൾ തന്നെ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സാമ്പത്തിക മേഖലയും മറ്റും തകർന്നടിഞ്ഞിട്ടുണ്ട്. വലിയ പണപ്പെരുപ്പമാണ്. അവിടെ സൈനികർക്ക് പോലും പണം ലഭ്യമാക്കാൻ സാധിക്കാത്ത പശ്ചാത്തലം ആ രാജ്യത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം ചില വിലയിരുത്തലുകൾ അമേരിക്കയ്ക്കുണ്ട്. അവിടെയാണ് പരാജയം എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ഉദ്ദേശിച്ച ഗുണങ്ങൾ ലഭിച്ചില്ല. ഇപ്പോൾ ഹോർമുസ് കടലിലേക്ക് തുറന്നാൽ മാത്രം ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ആണവായുധങ്ങളുടെ കാര്യത്തിലൊന്നും അല്പം പുറകോട്ട് പോക്ക് അമേരിക്കയുടെ ഭാഗത്തുണ്ടാവുകയാണ്. ഇറാൻ ആ വിഷയത്തിലൊക്കെ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ പതിവ് പോലെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. പക്ഷേ ഈ ഹോർമുസ് തുറന്നാൽ തൻ്റെ വിജയമായി ചിത്രീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം ട്രംപ് നടത്തുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായി ആയുധ നഷ്ടമുണ്ടായിട്ടുണ്ട്, സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് വീണ്ടും ഇത്തരത്തിൽ ചില നീക്കങ്ങൾ, തീരുമാനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. ട്രംപ് ഈ ആക്സിയോസിന് കൊടുത്ത ഒരു ടെലിഫോൺ ഇൻ്റർവ്യൂവിലാണ് ഇത്തരം ഒരു പ്രതികരണം ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രംപിൻ്റെ ഒരു നിലപാട് ഈ ഇറാനുമായുള്ള യുദ്ധം ഒരു ചെസ് ഗെയിം പോലെയാണ്. ചിലപ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാവും, ഇടയ്ക്കൊരു പിൻവാങ്ങലുണ്ടാകും. അങ്ങനെയുള്ള പല തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ഒരു രാജ്യത്തെ നേരിടേണ്ടതെന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ വലിയ വായിൽ സംസാരിക്കുന്നത്. ട്രംപ് ഒരു കാര്യം പറയുന്നത്, ഇനി കുറച്ച് സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ നീങ്ങിക്കൊണ്ട് ഇറാനെ നേരിടുക എന്നുള്ളതാണ്. കാരണം ഇറാനിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പണപ്പെരുപ്പമുണ്ട്. ഭക്ഷ്യ സാധനങ്ങളുടെയൊക്കെ പണപ്പെരുപ്പം ഏതാണ്ട് 100%, 150% എത്തിയെന്നാണ്. പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ, ഡയറി, അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിലൊക്കെ പണപ്പെരുപ്പം വലിയ തോതിൽ അതിൻ്റെ വിലക്കയറ്റത്തിലേക്ക് അധികമായി വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഇറാൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തോത് കുറഞ്ഞു, അതിൻ്റെ കയറ്റുമതി കുറഞ്ഞു. അങ്ങനെ ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് പറയുന്നത് അവർക്ക് സൈനികർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ്. മാത്രമല്ല ട്രംപിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇറാനകത്ത് ട്രംപ് ഇത് പണ്ട് തന്നെ പറയുന്നുണ്ട്, 2 ചേരികളായി ആണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷേഷ്ക്യാനും മറുവശത്ത് ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കോറിലെ അഹമ്മദ് വാഹിദിയും തമ്മിൽ ഒരു ഭിന്നതയുണ്ട്. ഈ 2 പേരും ഇത് സംബന്ധിച്ച് ഈ അമേരിക്കയോടുള്ള നിലപാടുകളെ സംബന്ധിച്ച് ഒരു തർക്കം നടക്കുന്നു. പ്രസിഡന്റ് ഈ സാമ്പത്തിക സ്ഥിതി വല്ലാതെ മോശമാകുന്നതിൽ ആശങ്കാകുലനാണ്. അതിൽ എന്ത് മാറ്റം വേണമെന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. പക്ഷേ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ നേതാവ് ഈ അഹമ്മദ് വാഹിദി യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുകയാണ്. അപ്പോൾ ഇറാനകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ട്രംപ് പറയുന്നത് അത് വലിയൊരു അളവ് വരെ ശരിയാണ്. പക്ഷേ ഇറാൻ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇല്ല. ട്രംപ് പക്ഷേ അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു എക്കണോമിക്കായി സാമ്പത്തികമായ ഒരു ആക്രമണം ഇനി ഇറാന് നേരെ നടത്താം എന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ ഇറാനിൽ
മുഹമ്മദ് ഗാഹർ സോൾഖദറിന് പകരമായി 71 വയസ്സുള്ള മൊഹസീൻ റസായിയെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. അമേരിക്കയുമായുള്ള ചർച്ചകളോട് നേരത്തെ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ഭരണകൂടത്തിലെ പ്രമുഖനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ വ്യക്തിയാണ് ഇദ്ദേഹം. ദേശീയ സുരക്ഷാ മേധാവിയെ ചുമതലയേറ്റിരിക്കുന്നത്. പരമോന്നതാവ് അയത്തുള്ള മുജ്തബ ഖമനേഡിയെ വിശ്വസ്തരായ സഹായികളുടെ ചെറിയ വൃത്തത്തിൽ സൈനിക ഉപദേഷ്ടാവായി റസായി ഇതിനകം തന്നെ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ പുതിയ നിയമനം അദ്ദേഹത്തെ ഭരണകൂടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള സ്ഥാനങ്ങളിലൊന്നിലേക്ക് ഉയർത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയുമായി ഉണ്ടാകാൻ സാധ്യതയുള്ള കരാറിന് മുന്നോടിയായി IRGCയുടെയും തീരുമാനമെടുക്കൽ പ്രക്രിയയുടെയും മേലുള്ള മുജ്തബയുടെ നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് ഇതെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഇന്ത്യക്കെതിരെ 100% താരിഫ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുമായി മുന്നോട്ട് വരികയും അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായത്. അതായത് റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നിന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഏതായാലും അതിൽ നിന്ന് ട്രംപിനെ തള്ളാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. പ്രകോപിപ്പിച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ കുറച്ചേക്കില്ല എന്ന വിവരം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഞങ്ങൾ ആളിൽ നിന്ന് ക്രൂഡ് വാങ്ങണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ് എന്നാണ് പറയുന്നത്. ജൂലൈയിലെ കണക്കൊക്കെ വരുമ്പോൾ ഏറ്റവും അധികം ക്രൂഡ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ട്രംപിൻ്റെ വിരട്ടൽ ഒരു ഭാഗത്തുണ്ട്, പക്ഷേ അത് ഒരു തരത്തിലും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ഏതാണ്ട് 30% കഴിഞ്ഞ മാസവും റഷ്യയിൽ നിന്നായിരുന്നു. രഞ്ജിത്ത്, ഇതിൽ ട്രംപിന് ഇപ്പോൾ ഒരു നേരിയ ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നത് ഈ US സെനറ്റ് കഴിഞ്ഞ ദിവസം ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. ലിൻസെ ഗ്രഹാം സാങ്ഷനിങ് റഷ്യ ആക്ട് 2026 എന്നൊരു ബില്ല് പാസ്സാക്കുന്നതോടുകൂടി റഷ്യയിൽ നിന്ന് ഇതുപോലെ എണ്ണയോ അല്ലെങ്കിൽ മറ്റ് ഇറക്കുമതികൾ അവരുമായി വാണിജ്യ ബന്ധം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ കനത്ത നികുതി ചുമത്താൻ അവർക്ക് ഇനി അമേരിക്കയ്ക്ക് കഴിയും എന്നതാണ് ഇപ്പോൾ അതിൽ ഒരു പ്രധാനമായ ഒരു ഘടകമായി വരുന്നത്. അപ്പോൾ എന്തായാലും പക്ഷേ റഷ്യ ഈ ക്രൂഡ് ഓയിൽ അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ, പ്രകൃതിവാതകത്തിലും ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലും വലിയ ഒരു ഉൽപ്പാദനം നടത്തുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് ഇതൊരു സുവർണാവസരമാണെന്നാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ നമ്മളിത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ വിദേശകാര്യ നയവും ഇന്ത്യയുടെ താല്പര്യങ്ങളുമൊന്നും വേറൊരു രാജ്യത്തിന് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് പല ഘട്ടത്തിൽ ഈ താരിഫ് ഭീഷണിയുമൊക്കെയായി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതിൻ്റെ കണക്കുകൾ, രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യം നേരത്തെ ഇന്ത്യയിലേക്കുള്ള ഈ ഇറക്കുമതി, അതായത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന എണ്ണയുടെ തോത് വർദ്ധിച്ചു എന്നത് വളരെ ശരിയാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ അത് കഴിഞ്ഞ 2026 ജനുവരിയിൽ അത് വളരെ ഉയർന്നു, 23%. അതായത് 1.09 മില്യൺ ബാരൽ ഒരു പ്രതിദിനം ആണ് നമ്മൾ ജനുവരിയിൽ 2026 ഇറക്കുമതി ചെയ്തത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ അത് ജൂൺ ആകുമ്പോഴേക്കും അത് 2.61 ദശലക്ഷം ബാരൽ പ്രതിദിനം ഇറക്കുന്ന ഒരു സാഹചര്യമായി. അപ്പോൾ ഇത് 37 ജൂണിൽ ഇത് നോക്കുമ്പോൾ 37% വർധനവാണ് ജനുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് മൊത്തം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ 52.4% എണ്ണ ഇന്ത്യയിലേക്ക് ജൂണിൽ വന്നു. ജൂലൈയിൽ അതിന് നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അത് 2.78% ആണ് ഈ മില്യൺ അല്ലെങ്കിൽ ദശലക്ഷം ബാരലാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ മാസത്തേക്കാൾ, ജൂണിനേക്കാൾ 7% വർധനവ്. അപ്പോഴും മൊത്തത്തിലുള്ളത് 56%-ഓളം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്നതാണ്. അപ്പോൾ ഈ ചൈന, ഇന്ത്യ, അസർബൈജാൻ, ഹംഗറി, സ്ലോവാക്യ എന്നൊക്കെ ഉള്ള രാജ്യങ്ങൾ ഇപ്പോഴും പ്രധാനമായി റഷ്യയെ തന്നെ ഈ അസംസ്കൃത എണ്ണയുടെ കാര്യത്തിൽ ആശ്രയിക്കുന്നു എന്നതാണ്. മാത്രമല്ല, ഇന്ത്യക്ക് ഇതിൽ 2-3 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, ഡോളറിലല്ലാതെ ഒരു വ്യാപാരം ചെയ്യാനാകും. മറ്റൊന്ന്, ഇത് റഷ്യയുമായുള്ള ദീർഘകാലമായ ഇന്ത്യ റഷ്യ ബന്ധത്തിന് ഒരു അടിത്തറയാകും. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാനാകും. ഈ സാഹചര്യമൊക്കെ മുതലാക്കിയാണ് ഇന്ത്യ ഈ ആഗോള വിപണിയിൽ ഇടപെടുന്നത്. സ്വാഭാവികമായും ഇതിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് പെട്ടെന്ന് വശംവദനാകേണ്ട എന്ന നിലപാട് കേന്ദ്ര സർക്കാർ നേരത്തെ തുടരുന്നു. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരും.
ഡൽഹി വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഇതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിലെത്തും. അതേസമയം ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും ആഭ്യന്തരമന്ത്രിയെ പ്രസ്താവന നടത്താൻ അനുവദിക്കണമെന്നും കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. രാഹുൽ ഗാന്ധിജിയെ മാങ് കിയാ था कि होम പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. छात्र का मामला को लेकर के पूरा चर्चा के लिए तैयार है और पूरा जवाब देने के लिए तैयार है. गृह मंत्री जी विस्तार से जवाब देने के ഇടവേള. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്ത കണ്ണൂരിൽ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. കപ്പക്കടവിലെ വീട്ടിലാണ് പരിശോധന. കണ്ണൂർ സൈബർ ക്രൈം പോലീസാണ് പരിശോധന നടത്തിയത്. അർജുൻ ആയങ്കിയുടെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. അമ്മയുടെയും സഹോദരൻ അജയ് ആയങ്കിയുടെയും മൊഴിയെടുത്തു. കണ്ണൂർ സൈബർ SHO A അനൂപിന്റെ നേതൃത്വത്തിലാണ് വീട് പരിശോധന നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ട്. കസ്റ്റഡി അപേക്ഷ കണ്ണൂർ സൈബർ പോലീസ് കൂത്തുപറമ്പ് കോടതിയിൽ സമർപ്പിക്കും. അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ, ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം, സാമ്പത്തിക സ്രോതസ് തുടങ്ങിയവ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത്. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വൈകിയെന്ന പരാതി ശക്തമായിരിക്കെ തീരദേശത്തെ തണുപ്പിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രി നീണ്ടകരയിൽ കടൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. അതേസമയം മുഖ്യമന്ത്രിക്കും മന്ത്രി കെ മുരളീധരനുമെതിരെ ആഭ്യന്തരമന്ത്രിയോട് പരാതി പറഞ്ഞ് തിരുവനന്തപുരം പുല്ലുവിളയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ കുടുംബം രംഗത്തെത്തി. മന്ത്രിമാർ വീട്ടിലെത്തിയപ്പോഴാണ് ഈ പരാതി പറഞ്ഞത്. ഏറെ പ്രതിഷേധങ്ങൾക്കും വിമർശനത്തിനും ശേഷമാണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ആഭ്യന്തരമന്ത്രിക്കൊപ്പം ഫിഷറീസ് മന്ത്രി VA അബ്ദുറഹ്മാൻ എത്തിയത്. തമിഴ്തായി വാഴ്ത്തുപാട്ട് നിർബന്ധിതമാക്കുന്ന പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. മുഖ്യമന്ത്രി ജോസഫ് വിജയാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. തമിഴ് അമ്മയെപ്പോലെയാണെന്നും തമിഴരുടെ ജീവനും വികാരവുമാണിതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അനുമതിയില്ലാതെ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ ഡ്രോൺ പറത്തി തമിഴ്നാട് സംഘം. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയപ്പോഴായിരുന്നു സംഭവം. ദൃശ്യങ്ങൾ പെരിയകുളം MLAയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതീവ പ്രാധാന്യമുള്ള വനഭൂമിയിൽ ഡ്രോൺ പറത്തിയതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയിലെ തതാർസ്ഥാൻ മേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. നിഷ്കനേകാംസ് നഗരത്തിലെ വ്യവസായ കേന്ദ്രങ്ങളെയും സാധാരണക്കാരുടെ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 39 പേർക്ക് പരിക്കേറ്റതായി സിറ്റി മേയർ റാദ്മിർ ബെല്ലായേവ് അറിയിച്ചു. റഷ്യയിലെ ഏറ്റവും അത്യാധുനിക എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ ടാനേക്കോ ആണ് ആക്രമിക്കപ്പെട്ടത്. തുടർന്ന് റിഫൈനറിക്ക് മുകളിൽ പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ടാറ്റ്നെഫിന്റെ ഉടമസ്ഥതയിലുള്ള ടാനെക്കോ റിഫൈനറി റഷ്യയുടെ പ്രധാന ഇന്ധന സ്രോതസ്സുകളിൽ ഒന്നാണ്. 2024 1.7 കോടി ടൺ അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച ഈ പ്ലാന്റിൽ നിന്ന് 27 ലക്ഷം ടൺ പെട്രോളും 85 ലക്ഷം ടൺ ഡീസലും ഉൽപ്പാദിപ്പിച്ചിരുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.
കഴിഞ്ഞ ഏതാനും മാസങ്ങളായി റഷ്യയിൽ കനത്ത ഇന്ധനക്ഷാമം അനുഭവപ്പെടുന്നതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് എന്നാണ് വിലയിരുത്തൽ. ബോക്സ് ഓഫീസിൽ നേടുന്ന കോടികളുടെ കണക്കിലാണ് ഇന്ന് സിനിമയുടെ വിജയമുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഷകളിൽ വമ്പൻ ചിത്രങ്ങൾ സംസ്ഥാന ഭേദമന്യേ മികച്ച സ്വീകാര്യം നേടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങൾ മാത്രമല്ല, ഹോളിവുഡ് സിനിമകളും വമ്പൻ വിജയം സ്വന്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്പൈഡർമാൻ എന്ന സിനിമ ഓപ്പണിംഗിൽ റെക്കോർഡിട്ട ചിത്രമാണ്. ഇന്ത്യയിലും വൻ കുതിപ്പാണ് ഈ ചിത്രം നടത്തുന്നത് എന്നാണ് വിവരം. ചിത്രത്തിന്റെ വിതരണക്കാരായ സോണി പിക്ചേഴ്സ് ഇന്ത്യയിൽ ചിത്രം നേടിയ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. റിലീസ് ദിനത്തിൽ ചിത്രം നേടിയ കളക്ഷൻ 73 കോടിയായിരുന്നു എങ്കിൽ ജൂലൈ 30 നേടിയ കളക്ഷനാണിത്. അതിൻ്റെ ഓപ്പണിങ്ങിനെയും മറികടക്കുന്ന കളക്ഷനാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സോണി പിക്ചേഴ്സ് ഇന്ത്യ ഇന്നലെ പുറത്തുവിട്ട കണക്ക് പ്രകാരം ചിത്രത്തിൻ്റെ ഇന്ത്യൻ ഗ്രോസ് 500 കോടിയാണ്. അതായത് ഒരു ഹിന്ദി സിനിമ നേടുന്നതിനേക്കാളും വലിയ കളക്ഷൻ. ചിത്രത്തിൻ്റെ 73 കോടി ഓപ്പണിങ്ങിന് ശേഷം വലിയ തോതിലാണ് ഇപ്പോൾ കളക്ഷൻ കൂടിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മണിക്കൂറിൽ ഇപ്പോൾ ബുക്ക് മൈ ഷോയിലും മറ്റും 60,000 ടിക്കറ്റുകൾക്ക് മുകളിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ലോകമെമ്പാടും വമ്പൻ ഹിറ്റായ സ്പൈഡർമാൻ ഇപ്പോൾ ഇന്ത്യയിലും വലിയ തോതിൽ പ്രേക്ഷകരെ ആകർഷിക്കുകയാണ്. കാലാവധി കഴിഞ്ഞ് പൂപ്പൽ ബാധിച്ച ഇറച്ചി ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ കേടുവന്ന വെജിറ്റബിൾ കട്ട്ലറ്റുകളടക്കം കണ്ടെത്തിയത് 132 കിലോഗ്രാം പഴകിയ ഭക്ഷണ സാധനങ്ങൾ. ബംഗളൂരു നഗരത്തിലെ പ്രമുഖ പബ് അടച്ച് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ. ബംഗളൂരു നഗരത്തിലെ സ്കൈ ലൗഞ്ച് എന്ന പബ്ബിന്റെ ഭക്ഷണശാലയാണ് അടച്ചത്. അശോക് നഗറിലെ UB സിറ്റി മാളിലെ 16ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഭക്ഷണശാലയാണ് പൊട്ടിയത്. പഴകിയ പാലും പാലുൽപ്പന്നങ്ങളും അടക്കമുള്ളവയും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. പഴകിയ സോസുകൾ, കാലാവധി പിന്നിട്ട ഭക്ഷ്യവസ്തുക്കൾ, മീൻ, കൂൺ എന്നിവയാണ് കണ്ടെത്തിയത്. 70 കിലോഗ്രാം പഴകിയ സോയാ സോസാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. 15 ലിറ്റർ എണ്ണ നിരവധി തവണ പുനരുപയോഗിച്ച എണ്ണയായിരുന്നു ഇവിടെ നിന്ന് കണ്ടെത്തിയത്. കോഴിയിറച്ചിയും ബീഫും പൂപ്പൽ ബാധിച്ച നിലയിലായിരുന്നു. 6 കിലോ പഴയ വെജിറ്റബിൾ കട്ട്ലറ്റും പിടിച്ചെടുത്ത് നശിപ്പിച്ചു. അങ്ങനെ നഗരത്തിൽ വ്യാപകമായ റെയ്ഡ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തി. ഡോൾഫിൻ ചുഴലിക്കാറ്റ് കരതൊട്ടതിനെ തുടർന്ന് സാമ്പത്തിക തലസ്ഥാനമായ ഷാങ്ഹായ് ഉൾപ്പെടെ കിഴക്കൻ ചൈനയിലെ പ്രദേശങ്ങളിൽ നിന്ന് 10 ലക്ഷത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചു. ചുഴലിക്കാറ്റ് കനത്ത മഴയ്ക്ക് കാരണമാവുകയും മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. തിങ്കളാഴ്ച ഷാങ്ഹായിൽ ഏകദേശം 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞ് ഇപ്പോൾ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് എന്ന നിലയിലായിട്ടുണ്ടെങ്കിലും വടക്കോട്ട് നീങ്ങുന്ന ഈ കാറ്റ് ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്കും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായേക്കാമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഈ വർഷം ചൈനയിൽ ആഞ്ഞടിച്ച ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ ഡോൾഫിനെതിരെ അധികൃതർ നേരത്തെ തന്നെ വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം കനത്ത മഴ, അതിശക്തമായ മഴയും കാറ്റും ഇവിടെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കം അടച്ചിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ചൈനയിൽ. അങ്ങനെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും മറ്റും ചെയ്ത് വലിയ ജാഗ്രതയിലാണ് ഇപ്പോൾ ചൈനീസ് അധികൃതർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,930, പവന് 1,14,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,445, പവന് 91,560. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി രാമായണ പാരായണം കാണാം.